മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിൽ അടുത്ത കവിത ചൊല്ലാൻ എത്തുന്നു സാന്ദ്ര. സാന്ദ്ര, മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓരോ തവണ സാന്ദ്ര വരുമ്പോഴും പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണല്ലോ. ഇന്ന് ഏത് വിഷയത്തിലാണ് കവിത ചൊല്ലുന്നത്? ഇന്ന് നാടോടി. നാടോടി വഴക്കത്തിലുള്ള ഒരു നല്ല കവിത ചൊല്ലാൻ സാന്ദ്രയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണമുറ്റത്തൊരു കാക്കാലൻ, ഓന്റെ തോളത്തു കുരങ്കുരാമൻ, മുത്തുക്കടുക്കൻ പവിഴമല, പട്ടുകുപ്പായം പാവാട, നല്ലൊരു വാലുമുണ്ടല്ലെങ്കിൽ നമ്മളെ പോലെ കുരങ്കുരാമൻ. പെരിയൊരു ഗൗരവമാണല്ലോ ചിരി വരുമാ മുഖം കാൺമോളം. തള്ളമാരെല്ലാരും ഉമ്മറത്ത്, പിള്ളേരെല്ലാരും മുറ്റത്ത്. കുരങ്ങനെ കളിപ്പിക്കാം വല്യമ്മേ, കളിപ്പിക്കു കാണട്ടെ കാക്കാല. കാണികൾ തൻവനം കൈവശമാക്കും നിൻ കൗശലം കാട്ടടാ കുഞ്ഞുരാമ. കള്ളനോട്ടത്തോട് തലകുനിച്ചു കൈകൂപ്പി നിൽക്കുന്നു കുഞ്ഞുരാമൻ. മര്യാദ രാമൻ ഇതെന്നു ചൊല്ലി മന്ദഹസിക്കുന്നു മുത്തശ്ശി. മാനമാണ്ട വല്യമ്മാവൻ പടയ്ക്കു പോയി, വാറ്റലരെ ജയിച്ചോരടവു കാണിക്കടാ കുഞ്ഞുരാമ. എതിരെ നിരന്ന ജനത്തെയെല്ലാം അതിഖേദമോടു കുനിഞ്ഞു നോക്കി, പൊട്ടിക്കരയുന്നു കണ്ണു രണ്ടും പൊത്തി വീതുമ്പുന്നു കുഞ്ഞുരാമൻ. എന്താണിതെന്നായി ചെറിയമ്മ സന്താപം ഈ വിധം കണ്ടപ്പോൾ, അത്യത്ഭുതത്തോട് പിൻവാങ്ങി ശത്രുക്കളെന്നായി കാക്കാലൻ. നഗരത്തിലെ ബാല്യക്കാര്, നാട്ടിൻ പുറക്കാര് നന്നായി സേവിപ്പതെങ്ങനെ കുരങ്ങുരാമ. കോപ്പയിലെന്തോ നീറച്ച മട്ടിൽ കൊതിയോടു മോന്തുന്നു കുഞ്ഞുരാമൻ. പാവാട ഇരുവശം കയ്യിലേന്തി പലവട്ടം നൃത്തമുതിർത്തിടുന്നു. നാണവും പ്രേമവും പൂട്ട കണ്ടാൽ നാലോട്ടം നോക്കിക്കൂണുങ്ങിടുന്നു. തരികിട തരികിട തപ്പിന്മേ താളം താക്കുന്നു കാക്കാലൻ. പാവങ്ങളുടെ നിധിയിലേക്കും പൈസ പിരിക്കടാ കുഞ്ഞുരാമ. പാവങ്ങളുടെ നിധിയിലേക്കും പൈസ പിരിക്കടാ കുഞ്ഞുരാമ. കള്ളനോട്ടത്തോട് തലകുനിച്ചു കൈകൂപ്പി നിൽക്കുന്നു കുഞ്ഞുരാമൻ. മര്യാദ രാമൻ ഇതെന്നു ചൊല്ലി മന്ദഹസിക്കുന്നു മുത്തശ്ശി. വലിയ വണക്കത്തിൽ കൈകൾ കൂപ്പി വലിയമ്മ ചെറിയമ്മ അമ്മയോടും പിഞ്ചു കൈകൊണ്ടൊരു കുമ്പിൽ കൊണ്ടി കെഞ്ചുന്നു പൈസയ്ക്കു കുഞ്ഞുരാമൻ. 5 പത്തങ്ങനെ തൊട്ടു നേടി കൺചിമ്മിരാമൻ തിരിച്ചു ചെൽകേ. ഹരിശത്തിൽ ചോദിപ്പൂ കാക്കാലൻ, അപ്പാടമെങ്ങു പോയി കുഞ്ഞുരാമ. വടിയെടുത്തോങ്ങുന്നു കാക്കാലൻ, വായ ചൂണ്ടുന്നു കുരങ്ങുരാമൻ. ഇരവു പണത്തിനുരുള്ള തഞ്ചി, ഇരുകാവിൽ തട്ടിയിലുമുണ്ടു സഞ്ചി. അക്കാശു വാങ്ങി 5 പൈസ കാക്കാലൻ നൽകുന്നു വലതു കയ്യിൽ. അക്കാശു വാങ്ങി 5 പൈസ കാക്കാലൻ നൽകുന്നു വലതു കയ്യിൽ. കാൽഞ്ഞൊടിക്കുള്ളിൽ അവന്റെ തോളിൽ ചാടിക്കരേറിനാൻ കുഞ്ഞുരാമൻ. ചാടിക്കരേറിനാൻ കുഞ്ഞുരാമൻ. ചന്തത്തിൽ യാത്രയായി രണ്ടാളും
ചന്തത്തിൽ യാത്രയായി രണ്ടാളും, ചന്തത്തിൽ യാത്രയായി രണ്ടാളും. തന്റെ കളിക്കാരന്റെ ഒപ്പം ചന്തത്തിൽ യാത്രയായ കുഞ്ഞിരാമന്റെ ഹൃദ്യമായ കഥ ആവിഷ്കരിച്ചൊരു കവിത അല്ലെ. മാമ്പഴത്തിന്റെ കവി വൈലോപ്പിള്ളി മാഷിന്റെ ഈ കവിത എങ്ങനെ ചൊല്ലിയെന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. സാൻഡ്ര, പതിവ് പോലെ തന്മയത്വത്തോടു കൂടി ഏത് കവിതയ്ക്കും പറ്റുന്ന വിധത്തിൽ നമ്മുടെ വേഷവും ഭാഷയും ശരീരഭാഷയൊക്കെ മാറ്റാൻ തയ്യാറായിട്ടാണ് ഇത്തവണയും സാന്ദ്ര ഭംഗിയായിട്ട് ചൊല്ലി. വാനരത്വത്തിൽ നിന്ന് നരത്വത്തിലേക്കും നരത്വത്തിൽ നിന്ന് വാനരത്വത്തിലേക്കും കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ ഈ കളിപ്പിക്കുന്ന നരനും വാനരനും തമ്മിലും വലിയ വ്യത്യാസമില്ല. അതാണ് ആ കുരങ്ങനെ കൊണ്ട് ഉപജീവനമാർഗം ചെയ്യിക്കുന്ന നരനും വാനരനും തമ്മിൽ ഒരു വാലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഭംഗേന്ദ്രേണ വൈലോപ്പിള്ളി കവിതയിൽ പറയുന്ന കൂടിയുണ്ട്. ഏതായാലും ഒരു ദോഷവുമില്ലാതെ ദോഷമൊന്നും കണ്ടുപിടിക്കാനില്ല. വളരെ കൗതുകത്തോടു കൂടി ആ കവിത ഉണ്ടാക്കുന്ന കൗതുകം മുഴുവൻ ആലാപനത്തിൽ കൊണ്ടുവന്നു. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. സാന്ദ്ര മനോഹരമായി, സാധാരണ പതിവ് പോലെ മനോഹരമായി ആലപിച്ചു. സാന്ദ്ര ഈ വൈലോപ്പിള്ളി പറയുന്നത് പോലെ വാലിൻ്റെ വ്യത്യാസമാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞത്, അതാണല്ലേ. മനോഹരമായി ആലപിച്ചു. എല്ലാ നാട്ടുവഴക്കങ്ങളെയും ഒത്തിണക്കിക്കൊണ്ട് സുന്ദരമായി ആലപിച്ചു. അത് പിന്നെ പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിങ്ങനെ തുറന്നു ചൊല്ലും. അതിൻ്റെ വികാരത്തിനെ ജ്വലിപ്പിച്ചുകൊണ്ട് തുറന്ന ചൊല്ലലിലേക്ക് ചിലത് വളരെ ശ്രദ്ധിച്ച് ചൊല്ലും. അത് വളരെ ശ്രദ്ധയോടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നല്ല കവിത ചൊല്ലുന്നതിന് പറ്റിയ നല്ല ഭാവ ചലന ശബ്ദ ഭാഗ്യമുള്ള ആളാണ് സാന്ദ്ര. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വളരെ എളിമയോടെ അത്തരം കാര്യങ്ങളെ പഠിച്ച് വലിയ ആളാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിയുമെങ്കിൽ ഒരു വാലും വരട്ടെ. നന്ദി സർ. സാന്ദ്ര, ഈ കൗതുകമാർന്ന ചൊല്ലലിന് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്രയ്ക്ക് 50-ൽ 48 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. 50-ൽ 49 മാർക്ക്. നന്ദി സർ. 100-ൽ 97 മാർക്ക് ലഭിച്ചു സാന്ദ്ര. അഭിനന്ദനങ്ങൾ. നന്ദി ചേച്ചി.